നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്, പക്ഷേ വിചാരിച്ച പോലെ റിസൾട്ട് കാണുന്നില്ല. അതിന് കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് റോങ് ആയിട്ടാവാം. റോങ് പ്രൊഡക്റ്റ് എന്ന് ഞാനിവിടെ പറഞ്ഞത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാച്ച് ആവാത്ത പ്രൊഡക്റ്റിനെയാണ്. ഒരു നല്ല സ്കിൻ കെയർ റൂട്ടീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ക്ലിയർ ആൻഡ് ക്വാളിറ്റി സ്കിന്നാണ് നിങ്ങളുടെ ഗോൾ എങ്കിൽ നിങ്ങൾ ആദ്യമേ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടാവാത്ത റോങ് പ്രൊഡക്റ്റാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിനെ ഇപ്പോൾ ഉള്ളതിനേലും ഡാമേജ് ആക്കാനും കാരണമായേക്കാം. ബട്ട് ഡോണ്ട് വറി, ഈ വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാമെന്നത് മനസ്സിലാവുന്നതാണ്. അത് വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിന് വർക്കാവുന്ന റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിനെ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആക്കാനും സാധിക്കും. ശരിക്കും ഈ സ്കിൻ ടൈപ്പ് അറിഞ്ഞിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ കൂടുതലായും ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവരുടെ സ്കിൻ ഡ്രൈ ആയതുകൊണ്ട് തന്നെ അവരുടെ സ്കിൻ കൂടുതലും മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ആ സ്കിൻ കെയർ പ്രൊഡക്ട്സിൽ ഉണ്ടാവുക. അങ്ങനെയുള്ളപ്പോൾ ഈ ഓയിലി സ്കിനുള്ള പേഴ്സൺ ഡ്രൈ സ്കിൻ ടൈപ്പിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അവരുടെ സ്കിൻ അത് എക്സ്ട്രീം ഓയിലി ആക്കാൻ കാരണമാകും. ആൻഡ് ഈ റോങ് പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് സ്കിൻ എക്സ്ട്രീം ഓയിലി ആയതിൻ്റെ റിസൾട്ടായിട്ട് ആക്നെ ബ്രേക്ക്ഔട്ട്സും ഉണ്ടാവും. സ്കിൻ കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ സ്കിന്നിനെ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ഉള്ളതാക്കണം, മറിച്ച് ഡാമേജ് ആയിരിക്കരുത്. സ്കിൻ ഗ്ലോയിങ് ഉള്ളതാവാൻ നിങ്ങൾ റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണം. റൈറ്റ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അറിയണം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നും വേസ്റ്റ് ആവും, അതുപോലെ മണിയും വേസ്റ്റ് ആവും. എങ്ങനെ നമുക്ക് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിനായി നമ്മൾ ചെയ്യുന്നതാണ് ദ ബെയർ ഫേസ് ടെസ്റ്റ്. സ്റ്റെപ്പ് 1, ആദ്യം നിങ്ങൾ നിങ്ങളുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ജെന്റിലായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. കാരണം നിങ്ങളുടെ കയ്യിലെ ഫേസ് വാഷിൽ സാലിസിലിക് ആസിഡ് പോലുള്ള ആക്റ്റീവ്സ് ഉണ്ടെങ്കിൽ അത് സ്കിന്നിനെ ഡ്രൈ ഔട്ട് ചെയ്യുന്നതാണ്. അത് നമ്മളുടെ സ്കിൻ ടൈപ്പ് ഐഡന്റിഫൈ ചെയ്യാൻ തടസ്സമുണ്ടാക്കും. അതുകൊണ്ട് ഒരു ജെന്റിലായിട്ടുള്ള ക്ലെൻസർ യൂസ് ചെയ്യുക. അതുകൂടാതെ സോപ്പ് ഉപയോഗിച്ചും ഫേസ് വാഷ് ചെയ്യരുത്. സ്റ്റെപ്പ് 2, ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ടവൽ യൂസ് ചെയ്ത് സ്കിൻ പാഡ് ഡ്രൈ ചെയ്യുക. സ്റ്റെപ്പ് 3, നിങ്ങളുടെ സ്കിന്നിനെ ഒന്ന് ഫ്രീ ആക്കി നിർത്തുക. മോയ്സ്ചറൈസർ, ടോണർ, സീറംസ് ഒന്നും യൂസ് ചെയ്യരുത്. ലീവ് യുവർ സ്കിൻ ബെയർ. സ്റ്റെപ്പ് 4, വെയിറ്റ് ഫോർ അബൌട്ട് 1 hour ഇൻ യുവർ റൂം. 1 hour റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്ത് സ്വെറ്റ് ആയാൽ അത് സ്കിന്നിനെ ഓയിലി ആക്കും. അതുപോലെ റൂമിൽ AC ഉണ്ടെങ്കിൽ അതും ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. തണുപ്പ് കാരണം നമ്മുടെ സ്കിന്നിന് ഡ്രൈയും ആവും. സോ സ്പെൻഡ് ചെയ്യുന്ന 1 hour റൂമിൽ തന്നെ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക. 1 hour ലേറ്റർ നിങ്ങളൊരു മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കിൻ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുക. There are 5 different type of skin types: dry skin type, oily skin type, normal, combination and sensitive skin type. നിങ്ങളുടെ സ്കിൻ ടൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്, അതേപോലെ ഫ്ലേക്കി, ഡീഹൈഡ്രേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ്. പക്ഷേ നിങ്ങളുടെ സ്കിൻ കാണാൻ കുറച്ച് ഷൈനിയാണ്, നിങ്ങളുടെ ഫോർഹെഡും ചീക്സ് എല്ലായിടത്തും, അതേപോലെ ഓപ്പൺ പോഴ്സും കാണാമെങ്കിൽ നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണ്. അടുത്തത് പറയും മുന്നേ നമുക്ക് നമ്മുടെ ഫേസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: T സോൺ ആൻഡ് യു സോൺ. T സോൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫോർഹെഡ്, നോസ്. യു സോണിൽ വരുന്നത് നിങ്ങളുടെ ചീക്സ്. നിങ്ങളുടെ T സോൺ അല്ലെങ്കിൽ യു സോൺ ഇതിലേതെങ്കിലും ഒരെണ്ണം ഡ്രൈ അല്ലെങ്കിൽ ഓയിലി ആവുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ്. നിങ്ങളുടെ സ്കിൻ വാഷ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ 1 hour കഴിഞ്ഞും സ്കിൻ കൂടുതൽ ഓയിലിയുമല്ല ഡ്രൈയുമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്കിൻ ടൈപ്പാണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞതൊന്നുമല്ല, നിങ്ങളുടെ സ്കിൻ എളുപ്പത്തിൽ റെഡിഷ് ആവുന്നു, അതേപോലെ എരിച്ചിൽ, ഇച്ചിങ് ഇതൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഡൗട്ടായിരിക്കാം, ഈ സ്കിൻ ടൈപ്പ് ചേഞ്ച് ആകുമോ? അതുപോലെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആണോ എന്നുള്ളതൊക്കെ. സ്കിൻ ടൈപ്പ് ചേഞ്ച് ആവും. സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല. സീസണൽ ചേഞ്ചസ്, ഏജ്, ഹോർമോൺ, ഈവൻ സ്ട്രെസ്, ഇതിനൊക്കെ നിങ്ങൾ സ്കിൻ ടൈപ്പിനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഫ്യൂ മന്ത്സ് കൂടുമ്പോൾ സീസൺ ചേഞ്ചിലും സ്കിൻ ടൈപ്പ് ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിൻ കെയർ റൂട്ടീനിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ ഹെൽപ്ഫുൾ ആയിരിക്കും. Now that you know your skin type, you are ready to find products that actually help your skin thrive. Comment below and let us know what is your skin type. And if you have any doubts and questions, ask me in the comment. I'm here to help you with all your concerns. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ ഷെയറും ചെയ്യുക. ലുക്സ് ഇംപ്രൂവ് ചെയ്ത് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സ്റ്റേ ഹെൽത്തി ആൻഡ് ഗ്ലോയിങ്.